രാജ്യസഭാ സീറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPIM LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമായി വീതം വെച്ചു. CPI PP സുനീറിനെയും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെയും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സീറ്റ് കിട്ടാത്തതിൽ RJD LDF യോഗത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചു. 2 സീറ്റുകളിൽ ഒരെണ്ണം ഏറ്റെടുക്കാനായിരുന്നു CPIMന്റെ തീരുമാനം. ബാക്കിയുള്ള ഒരു സീറ്റിനു വേണ്ടി CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും അവകാശമുന്നയിച്ചു. തർക്കം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുമെന്നായതോടെ സ്വന്തം സീറ്റ് വിട്ടുകൊടുത്ത് CPIMന്റെ ഒത്തുതീർപ്പ്. മുന്നണി ഒറ്റക്കെട്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ ഒരു സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുന്നണിക്ക് വേണ്ടി CPIM വലിയ വിട്ടുവീഴ്ച ചെയ്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. LDFനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷേധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നൽകിയിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും. സീറ്റ് ആവശ്യം പരിഗണിക്കാത്തതിൽ LDF യോഗത്തിൽ RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പ്രതിഷേധമറിയിച്ചു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ ഏർപ്പെടുത്തുമെന്ന ഉറപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുനയിപ്പിച്ചത്. 24 തിരുവനന്തപുരം.